നമ്മൾ അടുത്തതായിട്ട് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി നടത്തിയ റാലിയും അതിനെ തുടർന്നുണ്ടായ അപകടവും ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ വിവാദങ്ങളും വലിയ ചർച്ചയാണ് തമിഴ്നാട്ടിൽ. അതോടൊപ്പം തന്നെ ഇതിനെ BJP മുതലെടുക്കുന്നു എന്നൊരു ചർച്ച കൂടിയിട്ട് മറ്റൊരു വിധത്തിൽ ഉയർന്നിട്ടുണ്ട്. കാരണം കരൂരിൽ സന്ദർശിച്ച NDA സംഘം ഒരിക്കൽ പോലും നടൻ വിജയെ കുറ്റപ്പെടുത്തുകയോ അവരെ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അതുകൂടാതെ തന്നെ ഗവർണറാകട്ടെ, കേന്ദ്ര സംഘമാകട്ടെ, ഈ കേന്ദ്രമാകട്ടെ ഇതിൽ തമിഴ്നാട് സർക്കാരിനോടാണ് വിശദീകരണം തേടിയത്. കൂടാതെ തമിഴ്നാട് സർക്കാരിനെ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന നടപടിയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ BJP എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിഷാദ്, സ്റ്റാലിൻ്റെ ഒരു പ്രസ്താവന ഉണ്ട്. കരൂരിൽ നിങ്ങൾ എത്രത്തോളം എന്തിനാണ് ഇങ്ങനെ ആശങ്കയോടെ നോക്കുന്നത്? കാരണം കുംഭമേള നടന്ന അപകടം നടന്ന സമയത്തോ അല്ലെങ്കിൽ മണിപ്പൂരിലേക്കോ ഇത് കണക്കുള്ള NDAയുടെ പ്രതിനിധി സംഘം എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഇത്ര ആശങ്ക എന്നുള്ള ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഇല്ല. ഓക്കെ, അത് ഇതിനെ പലതരത്തിൽ പ്രയോജനപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. ഇത് വിഷയം ഈ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള TVKയുടെ തുടർ നടപടികളും അവരുടെ ഭാവിയും എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിൻ്റായിട്ട് അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ അപകടമുണ്ടായി ഇത്ര ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കുക, നമ്മളെങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് നിലവിലൊരു പ്ലാനുമില്ല. അത് ആകപ്പാടെ അമ്പരപ്പിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. നമുക്ക് ഓർക്കു നോക്കണം, അന്നത്തെ ദിവസം രാത്രി 7:30 ഈ ദുരന്തം ഉണ്ടായി. ആദ്യത്തെ പ്രതികരണം വരുന്നത് രാത്രി 11:30-ക്കാണ്. 4 മണിക്കൂർ സമയമെടുത്തു ആദ്യ പ്രതികരണം വരാൻ. നോക്കൂ, അത്ര വലിയൊരു സദസ്സിലുണ്ടായിട്ടുള്ള പരിപാടിയിൽ 40 പേര് കൊല്ലപ്പെട്ടിട്ട് നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് മനസ്സിലാക്കാൻ, ഒരു പ്ലാൻ ഉണ്ടാക്കാൻ അവർ പാർട്ടി അത്രയും സമയമെടുത്തു. അതിൻ്റെ കാരണം എന്താണ്? ആ പാർട്ടിക്ക് ഗ്രൗണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നതിൻ്റെ ഗുരുതരമായ പ്രശ്നമാണ് അത്. നമ്മളിപ്പോൾ റീലുകളിലൊക്കെ കാണുന്നുണ്ട്, DMKക്കാർ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന റീലുകളിൽ പലതിലും കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് വിജയ് ആ പരിപാടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്. ഒരു ഏജൻസിയാണ് വിജയുടെ പരിപാടികൾ മുഴുവൻ ഷെഡ്യൂൾ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. വിജയ്ക്കുള്ള പ്രസംഗങ്ങൾ, ആ പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ്, അതിൽ തന്നെ നിങ്ങൾ ഈ സമയം മക്കളെ നോക്കി ഉറക്കെ സംസാരിക്കുക, ഈ കാര്യം ഉറക്കെ ചോദിക്കുക, സ്റ്റാലിൻ അങ്കിൾ എന്നത് ഉറക്കെ ചോദിക്കണം എന്നൊക്കെ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് അദ്ദേഹം ഉറക്കെ വിളിച്ച് പറയുക ഓരോ സന്ദർഭം. ഫുൾ സ്ക്രിപ്റ്റഡാണ്. സിനിമയിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വലിയ വിളക്കുകൾ തെളിച്ച ഒരു ബസ്സിൽ വരും, ആൾക്കൂട്ടത്തിൽ നടുവിൽ നിൽക്കും. ചിലപ്പോൾ ആ PR ഏജൻസി ആളുകൾ കൂടുന്നതിന് വേണ്ടിയും ആളുകൾ കുറച്ചൊരു ഹ്യൂജായിട്ടുള്ള വൻതോതിൽ ആൾക്കാർ വരിക, അവരിതാ ഇപ്പോഴും നായകനെ കാത്തിരിക്കുന്നൊരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി യാത്ര വൈകിപ്പിക്കുക, ഇതൊക്കെ അവരുടെ പ്ലാനിൻ്റെ ഭാഗമാണത്രേ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ മികവ് പ്രകടമാക്കേണ്ടത് സന്ദർഭം ഇതുപോലെ പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരത്തിലല്ല. നന്നായി പ്രസംഗിക്കാൻ പലർക്കും പറ്റും, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു ആകപ്പാടെ ഒരു സങ്കീർണ്ണ പ്രതിസന്ധി വന്നിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളാണ് അതിലെ ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ. നിങ്ങൾ അതിനകത്ത് എങ്ങനെ ഇടപെടുന്നു, അവിടെയാണ് നിങ്ങൾ എവിടെ പ്രൂവ് ചെയ്യപ്പെടുക. അപ്പോൾ നിങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അൻപ് സഹോദരനായ ഞാൻ എന്തിനും നിങ്ങളുടെ കൂടെയുണ്ട്, സ്റ്റാലിൻ നിങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ, ഈ കുടുംബമെല്ലാം കൊണ്ടുപോവാണ്, ഞാൻ ഏത് പ്രതിസന്ധിയുടെ കാലത്തും നിങ്ങളുടെ അൻപ് മകനായും സഹോദരനായിട്ടും എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഇതാ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു നിങ്ങളെവിടെ. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വിജയ്ക്ക് പറ്റിയില്ല. വിജയുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നത് അദ്ദേഹം ഒരു വലിയ താരമാണ്, അദ്ദേഹത്തിന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ താഴേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്നാണ്. നിൽക്കാൻ പറ്റണം, അല്ലെ പൊളിറ്റിക്സിൽ ഇറങ്ങരുത്. നിങ്ങൾ നാളെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താരമാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം വരും. അപ്പം ഇപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ വിജയ് വലിയതുള്ള വിശ്വാസനഷ്ടം നേരിട്ടു. അതായത് നിങ്ങൾക്ക് അൻപ് സഹോദരനായി ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നുള്ള മുദ്രാവാക്യം അസാധുവായി പോയിരിക്കുന്നു. കാരണം അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, പിന്നീട് വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി മെക്കാനിസം തന്നെ പ്രോപ്പറായി പ്രവർത്തിക്കാൻ കഴിയില്ല. പാർട്ടി മെക്കാനിസം തന്നെ പ്രോപ്പറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് 1000 പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ 1000 പേരെ അവിടെ വരാൻ പാടുള്ളൂ, അല്ലെ 1010 പേർ. അതിനപ്പുറത്തേക്കുള്ള ആളുകൾ വരാൻ പാടില്ല, വന്നാൽ ഈ സ്റ്റാമ്പർ ഉണ്ടാകുന്നുള്ള കാര്യം മനസ്സിലാക്കി നിയന്ത്രിക്കുക. മറ്റെല്ലാം നമ്മൾ കേരളത്തിൽ കാണുന്നില്ലേ, കക്ഷികൾ അവരുടെ പരിപാടികൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ നിയന്ത്രിക്കാൻ കഴിയുന്ന മെക്കാനിസം താഴെയില്ല. ഇത് മോളിൽ നിന്ന് വിജയ് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾ ഗർഭിണികളും കുട്ടികളൊന്നും വരരുത്. പക്ഷേ താഴെ നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനമില്ല, താഴെത്തട്ടിൽ നേതാക്കളില്ല. ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾ താഴെത്തട്ടിലില്ല. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഒരു പാർട്ടി നിലയ്ക്ക് ഇത് ഫ്ലോപ്പാണ്. ഒരു നായകൻ എന്ന നിലയ്ക്ക് സിനിമയിൽ എല്ലാവരും രക്ഷിക്കുന്ന ആളാണ് വിജയ്. പക്ഷേ വിജയ് ഇവിടെ സ്വയം തടി രക്ഷപ്പെടുത്തി. അപ്പോൾ ആ വിശ്വാസ നഷ്ടത്തെ വിജയ് നേരിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് സ്വയം തകരുന്നതിനെ ഞാൻ വിചാരിക്കുന്നത് സ്റ്റാലിൻ ഇപ്പുറത്ത് നോക്കുകയാണ്. ഇപ്പോൾ വിജയെ ആക്രമിക്കാൻ പോയാൽ വിജയ് അതിന് സെൻറ്റിമെൻറ്റ്സിന് പ്രയോജനപ്പെടുത്തും. സോ വിജയ്ക്കെതിരെ കേസെടുക്കുന്നില്ല, വിജയെ നേരിട്ട് ആക്രമിക്കുന്നൊന്നും ചെയ്യുന്നില്ല. DMKയുടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ എവിടെയും വിജയ്ക്കെതിരെ ഒന്നുമില്ല. പക്ഷേ DMKയുടെ IT സെല്ലിൻ്റെ ഈ പറയുന്ന പ്രച്ഛന്ന വേഷധാരികൾ മാരകമായ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയും ഭയങ്കരമായിട്ടുള്ള ഡീകോഡിങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, വിജയുടെ TVKയുടെ ആപ്പ് ഡിസൈൻ ചെയ്ത് അത് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് BJP നേതാവായിട്ടുള്ള ഒരാളുടെ കമ്പനിയാണ് എന്ന് പറയുന്നു. പിന്നെ ഇദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന വളരെ ലോങ് ഷോട്ടിൽ നിന്ന് ക്ലോസിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ നിലയ്ക്കുള്ള ആക്രമണം ഒരു സൈഡിൽ നടക്കുന്നു. ഇപ്പുറത്തെ പക്ഷേ ഇവിടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്നോ നേതാക്കളിൽ നിന്നോ ഒരു നിലയ്ക്കുള്ള പ്രതികരണം വരില്ലെന്ന് മാത്രമല്ല, സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ഈ
ഇതിനകത്ത് ആളുകളുടെ കൂടെ നിൽക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ആ പറയുന്നത് സൂചന ഉണ്ട് വിജയ് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്നാണ്. അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം, ഇതിനകത്ത് ഡാമേജ് ഹാസ് ബിൻ ഡൺ, സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്റ്റാലിൻ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുമെന്ന് മനസ്സിലാക്കുന്നത് അവർ അതിനകത്ത് മൗനം പാലിക്കുകയാണ്. TVK'ക്കാവട്ടെ, അവർ ഈ അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് വലിയ പ്ലാൻ ഉണ്ടായിരുന്നതാണ് ഈ റോഡ് ഷോകൾ. അതെല്ലാം ഇപ്പോൾ സ്റ്റോപ്പായി. ഇനി എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത്? റോഡ് ഷോകളിലാണല്ലോ ബേസിക്കായി കണ്ടിരുന്ന സംഗതി. അത് ഓൾറെഡി അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രശ്നമുണ്ട്, വൈകാരിക പ്രശ്നമുണ്ട്. അതിൻ്റെ കൂടെ കോടതി ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം, ഇപ്പോൾ തൽക്കാലം വേണ്ട. അപ്പോൾ അതുകൊണ്ട് വിജയ് വലിയതുള്ള ഒരു വിശ്വാസനഷ്ടത്തെയും പ്രതിസന്ധിയും നേരിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത് അതൊരു BJP ഒരു ഓപ്പറേഷനാണ്, BJPയുടെ പ്ലാന്റേഷനാണെന്നൊക്കെയുള്ള തിയറീസ് ഒരു വശത്തൂടെ വരുന്നുണ്ട്. അത് വിജയ് തന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ വിജയ് CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിൻ്റെ കോൺഫിഡൻസ് എന്താണ്? അത് വിജയ് ഒരേ സമയം BJP ആക്രമിക്കുന്ന ആളാണ്, ഒരേ സമയം DMK ആക്രമിക്കുന്നു. അപ്പോൾ വിജയ് പറയുകയാണ്, DMKയുടെ കീഴിലുള്ള സർക്കാർ അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമാവും. അപ്പോൾ BJPയുടെ കീഴിലുള്ള CBI അന്വേഷിച്ചാൽ പ്രശ്നമാവില്ലേ? എന്നാൽ BJPയുടെ കീഴിലുള്ള CBIയോടുള്ള ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്നതാണ്? അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. താഴെത്തട്ടിൽ നടക്കുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഓൾറെഡി ഇപ്പം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സംശയങ്ങൾ രൂപപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ നടത്തുന്ന സംഗതികൾ സ്റ്റാലിനെ മാത്രമായി നിങ്ങൾ ദുർബലപ്പെടുത്താനാണോ? നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിരിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പരിസരം എന്താണ്? ഇതിൻ്റെ ആവശ്യകത എന്താണ് പോലുള്ള ക്വസ്റ്റ്യൻസ് അവിടെയാണ്. ഇന്ത്യയിലെ സെക്കുലർ സ്പേസിലുള്ള ആളുകൾ വളരെ സംയോജിതമായൊരു പോരാട്ടം നടത്തുന്നത്. അതിൻ്റെ കീ പ്ലെയറായിട്ട് DMK നിൽക്കുന്നു. ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നം വർഗീയതയാണ്. ആ വർഗീയതയ്ക്കെതിരായിട്ട് ദ്രവീഡിയൻ പൊളിറ്റിക്സിനെ എടുത്തു വെച്ചുകൊണ്ടും BJP പൊളിറ്റിക്സ് എടുത്തു വെച്ചുകൊണ്ടും ശക്തമായി DMK അവിടെയുണ്ട്. ആ DMKയെ ദുർബലപ്പെടുത്താൻ ഇതിനകത്ത് ഒരു പരിണതപ്രജ്ഞയില്ലാത്ത നിങ്ങൾ, രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള വളരെ മർമ്മപ്രധാനമായ ചോദ്യം വിജയ് അഭിമുഖീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ആളുകളുടെ വിശ്വാസം ആർജിക്കാൻ, ആളുകളുടെ വിശ്വാസം ഒരു നേതാവ് എന്ന നിലയ്ക്ക് ആർജിക്കാൻ, ഇപ്പോഴും അദ്ദേഹത്തെ ഒരു താരമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. കാരണം അവിടെ വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, 3 മാസമായ കുഞ്ഞിന് പേരിടാൻ 12 വയസ്സുള്ള കുഞ്ഞ്, 9 വയസ്സുള്ള കുഞ്ഞ്, അത് അവരുടെ പ്രിയ താരത്തെ കാണാനാണ് വരുന്നത്, രാഷ്ട്രീയ നേതാവിനെ കാണാനല്ല. അതാണ് ഈ ആൾക്കൂട്ടം. നാളെ വിജയ്ക്ക് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മത്സരിക്കുന്ന ഇയാളാണ്, അവിടെ ഇന്നയാളാണ്. ആ സ്ഥാനാർത്ഥികൾക്ക് ഈ ആൾക്കൂട്ടത്തെ കിട്ടണമെന്നില്ല. ഇത് വിജയ് എന്ന് പറയുന്ന താരം ആദ്യമായിട്ട് മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് TVK ഒരു വലിയ രാഷ്ട്രീയ ശേഷിയായിട്ട് അവിടെ മാറി എന്ന് വിചാരിക്കാനും നിവൃത്തിയില്ല. അത് ആർജിച്ച വിശ്വാസം നിലനിർത്താൻ കഴിയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ വളരെ കോൺഫിഡൻ്റാണ്. ഇപ്പോൾ ഈ സന്ദർഭം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, വിജയ് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആയി എന്നുള്ള അവർ വിചാരിക്കുകയും ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയും വളരെ പെട്ടെന്ന് ഇപ്പോൾ അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോകണം. ആ ഇലക്ഷനിൽ വിജയുടെ പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇനി അദ്ദേഹം ശരിക്കും പണിയെടുക്കേണ്ടി വരും. രാഷ്ട്രീയത്തിൽ തട്ടിപ്പുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, കാരണം ജനത്തിനെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ മണ്ണിൽ പണിയെടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അവിടെ അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിജീവിക്കാൻ പറ്റൂ. PR കമ്പനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള മണ്ണിൻ്റെ മക്കൾ അധിവസിക്കുന്ന നാട്ടിൽ. സാർ, സ്റ്റാലിൻ സംഘപരിവാറിനെതിരെ എടുക്കുന്ന ശക്തമായ നിലപാടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയത്തിലായിട്ട് ഒരു ഘട്ടത്തിൽ പോലും വിജയിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം BJP ആകട്ടെ രണ്ടും കൽപ്പിച്ച് സ്റ്റാലിൻ സർക്കാരിനെ, DMK സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ TVK സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണമെന്നും പറഞ്ഞിട്ട് ഹർജി കൊടുത്തു. അതോടൊപ്പം BJPയും കൂടി പോയിട്ടുണ്ട്. മൊത്തത്തിൽ BJP ഈ അവസരത്തിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതിൽ BJPക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഡിവിഡൻഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിഷാദ് നേരത്തെ സംസാരിക്കാൻ പറഞ്ഞാൽ ഈ ഒരു കൺസ്പിറസി തിയറി നമുക്ക് ഈ തമിഴ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മുമ്പ് ഈ അണ്ണാ ഹസാരയെ കൊണ്ടുവന്നൊക്കെ കളിച്ച മാതിരിയുള്ളൊരു കളി ഈ വിജയെ വെച്ച് കളിക്കുമായിരുന്നു എന്ന നിലക്കുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്ന സംഗതികൾ വരുന്നുണ്ട്. പക്ഷേ ഈ ടോട്ടൽ എപ്പിസോഡിലെ യഥാർത്ഥ വിജയ് സ്റ്റാലിനാണ് എന്നാണ് ഞാൻ പറയുക. കാരണം ഒന്നാമത് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹം അവിടെ വരുന്നു, അതേസമയം തന്നെ ഒരു ഓവർ ഷോ കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുമില്ല. മനുഷ്യർ മരിച്ചു കിടക്കുകയാണ്, പരിക്കേറ്റ് കിടക്കുകയാണ്. വിജയിയുടെ പരിപാടി നോക്കൂ, വിജയ് ഇത്രയും ആ അപകടം നടക്കുന്ന നിമിഷം വരെ സ്റ്റാലിൻ ആക്രമിച്ചുകൊണ്ടിരുന്ന ആളാണ് വിജയ്. അങ്ങേരുടെ പരിപാടിയിലാണ് കുഴപ്പമുണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും വിജയെ നേർക്കുനേരെ ആക്രമിക്കുന്ന ഒരു സമീപനം സ്റ്റാലിനോ സ്വീകരിച്ചില്ല, അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരോ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു റെസ്പോൺസിബിൾ ഫാദർ ഫിഗർ എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, ആ ഒരു പ്രതിച്ഛായയിലേക്ക് സ്റ്റാലിൻ അതിലേക്ക് ഭയങ്കരമായിട്ട് സ്റ്റാലിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ
ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡി 2014 ശേഷം ഉണ്ടായൊരു പ്രയോഗമാണല്ലോ ഡബിൾ എൻജിൻ സർക്കാർ. ഡബിൾ എൻജിൻ സർക്കാർ എന്തിനാണ് പറയുന്നത്? കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ സർക്കാർ അല്ലെങ്കിൽ ഒരേ പോളിസിയുള്ള ആളുകൾ. അവർ BJPയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേന്ദ്രത്തിലും BJP, സംസ്ഥാനത്തും BJP. അതാണ് അവർ പച്ചയിൽ ഈ ഡബിൾ എൻജിൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അന്ന് ചുരുങ്ങിയത് ഒരേ പോളിസിയുള്ള. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണാം. പ്രധാനമന്ത്രി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യുക. അതൊരു ഡബിൾ എൻജിൻ ആണ് എന്ന് അങ്ങനെയും കാണാം. പക്ഷേ സ്റ്റാലിൻ്റെ കാര്യത്തിൽ നോക്കൂ, ഈ ഡബിൾ എൻജിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വിരുദ്ധമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ, കേന്ദ്രം ഭരിക്കുന്ന BJPക്കെതിരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ പൊസിഷൻ എടുക്കുന്ന ആളാണ്. ഈ പൊസിഷൻ എടുക്കുന്നതിന് ഇരട്ടച്ചങ്ക് കൊണ്ട് സംസാരിക്കുകയല്ല, ഒറ്റച്ചങ്ക് കൊണ്ട് നടപടി എടുക്കുന്ന ആളാണ്. ഏതെങ്കിലും നിലക്കുള്ള ഇവരുടെ ഈ വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ തമിഴ്നാടിൻ്റെ മണ്ണിൽ അദ്ദേഹം അനുവദിക്കില്ല. നിയമപരമായിട്ട് തന്നെ നേരിടും. അതുപോലെ കേന്ദ്രത്തിൻ്റെ നയസമീപനങ്ങൾ തന്നെക്കൊണ്ടാവും വിധം പല്ലും നഖവും ഉപയോഗിച്ചിട്ട് എതിർക്കും. ഇങ്ങനെ അവർ രാഷ്ട്രീയമായി തികഞ്ഞ തെളിമയാർന്ന രാഷ്ട്രീയം, ഈ പറയുന്ന പരിവാർ വിരുദ്ധ രാഷ്ട്രീയം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതേസമയം തന്നെ നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും സാമ്പത്തിക വളർച്ചാ നിരക്കുള്ള സംസ്ഥാനമാണത്. കേന്ദ്രവുമായി ഏറ്റുമുട്ടി നിൽക്കുന്ന സംസ്ഥാനമായിരിക്കെ തന്നെ അവർ ഈ സാമ്പത്തിക വർഷത്തെ അവരുടെ വളർച്ചാ നിരക്ക് എത്രയാണ്? 11.19, വിച്ച് ഇസ് ഹയസ്റ്റ് ഇൻ ഇന്ത്യ. ഡബിൾ ഡിജിറ്റാണത്. എന്ന് മാത്രമല്ല, 5 വർഷം മുമ്പ് 8 വർഷം മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു ടാർഗറ്റ് ഉണ്ട്. എന്ത്? 2030 ആകുമ്പോഴേക്ക് $1 ട്രില്യൺ എക്കണോമിക്ക് തമിഴ്നാടിനെ മാറ്റും എന്നുള്ളത്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് സാധിക്കുമോ, പ്രായോഗികമാണെന്നുള്ള വേറെ ചോദ്യം. എനിവേ, ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് തമിഴ്നാട്ടിലേത്. ഈ 11.19 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഹയർ ദാൻ പാകിസ്ഥാൻ എന്ന് ഗ്രോത്ത് റേറ്റ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നിലക്ക് ഡെലിവർ ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. ഈ പറഞ്ഞ BGM ഇടാൻ പറ്റുന്ന ഡയലോഗുകൾ അടിക്കുന്ന ആളല്ല. BGM ഇടാൻ പറ്റുന്ന ആക്ഷൻസ് ചെയ്യുകയും വളരെ കൃത്യമായ സവിശേഷമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. അതേസമയം ഈ വികസന രംഗത്ത്, അത് മാനുഫാക്ചറിങ് ആകട്ടെ, കൃഷി ആവട്ടെ, ഇൻഡസ്ട്രി ആകട്ടെ, അതിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും ഗ്രോത്ത് റേറ്റുള്ള സംസ്ഥാനമായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പോപ്പുലറായ, ഏറ്റവും വിലയേറിയ രാഷ്ട്രീയക്കാരൻ ആരാന്ന് ചോദിച്ചാൽ സ്റ്റാലിൻ തന്നെ, സംശയമില്ല. അപ്പോൾ ഈ പറയുന്ന വിജയന് എന്താണ് സംഭവിച്ചത്? വിജയന് ആ സ്റ്റാമ്പേഡ് സംഭവിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ പല റാലികളിലും കോൺസേർട്ടുകളിലും ഈവൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സ്റ്റാമ്പേഡ് സംഭവിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ അത്തരമൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതാണ് ആര് ചെയ്യുന്നത്? വിജയ് ചെയ്യുന്നത്. അവിടെ രക്ഷപ്പെടുകയാണ് അയാൾ ചെയ്യുന്നത്. ആരാണ് അങ്ങനെ അത് അഡ്വൈസ് ചെയ്തതാണ് മനസ്സിലാകാത്തത്. അങ്ങനെ അവിടെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമെന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എനിക്ക് തോന്നുന്നില്ല ഈ മനുഷ്യനെ ഇത് റിക്കവർ ചെയ്ത് വരുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ആ വിഗ്രഹം ഉടഞ്ഞു കഴിഞ്ഞു, അത് ഉടഞ്ഞു കഴിഞ്ഞു. അത് ചാപ്റ്റർ ക്ലോസ്ഡ് എന്ന് തന്നെ പറയാം. വിജയ്ക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു റീ ഓർഗനൈസേഷൻ സാധ്യമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ അതേസമയം അതിൽ കാണേണ്ടത് അവിടുത്തെ മാസ്റ്റർ സ്റ്റേറ്റ് ക്രാഫ്റ്റ് അത് ചെയ്യുന്നത് ആരാണ്? അത് സ്റ്റാലിനാണ്. അദ്ദേഹം അടുത്തുനിന്ന് ഹെൽത്ത് മിനിസ്റ്റർ അങ്ങോട്ട് വരുന്നു, എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഹെൽത്ത് ഒഫീഷ്യൽസിനെ അങ്ങോട്ട് അയക്കുന്നു. അതേസമയം വിജയിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുക, മോശമാക്കുന്നില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള നിലക്ക്, തമിഴ്നാടിൻ്റെ ഒരു ഫാദർ ഫിഗർ എന്നുള്ള നിലക്കുള്ള ആ സ്റ്റാലിൻ്റെ ഗ്രാഫ് മേലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, എന്തായാലും ഈ കരൂർ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകളെ TVK തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമോ എന്നാണ് അറിയാനുള്ളത്.